മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. പമ്പയിൽ ചേർന്ന ഉന്നത അവലോകന യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ പമ്പയിലെയും അതുപോലെ തന്നെ സന്നിധാനത്തെയും നിലയ്ക്കലിലെയും പുല്ലുമേട്ടിലെയും ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. മകരവിളക്കുത്സവത്തോടനുബന്ധിച്ച് ഏകദേശം 9,000-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 5,000 പോലീസുകാരെയും അതുപോലെ തന്നെ പുല്ലുമേട്ടിൽ മാത്രം 1,250 പോലീസുകാരെയുമാണ് സുരക്ഷയ്ക്കും തിരക്ക് നിയന്ത്രണത്തിനുമായി നിയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പോലീസുകാരെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ ഏറ്റവും അധികം തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പ്രധാനമായിട്ടും തീർത്ഥാടകർ തമ്പടിക്കുന്ന മകരജ്യോതി ദർശിക്കാനായി തമ്പടിക്കുന്ന സ്ഥലങ്ങളിലാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വാമി അയ്യപ്പൻ പാതയിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ബാരിക്കേഡുകൾ നിർമ്മിക്കും. പമ്പയിൽ ഏകദേശം 18ഓളം ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്തും. 6 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളും സജ്ജമാക്കും. തീർത്ഥാടന പാതകളൊക്കെ തന്നെ പ്രത്യേക ക്രമീകരണങ്ങളും സുരക്ഷയും ഏർപ്പെടുത്താനാണ് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്.